കോഴിക്കോട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനെതിരെ പരാതിയുമായി അധ്യാപിക. പുസ്തക പ്രകാശനത്തിൽ മതനിഷേധം ആരോപിച്ച് അവഹേളിച്ചു എന്നാണ് പരാതി. ഫറൂഖ് കോളേജ് അധ്യാപിക ശബനം നൂർജഹാനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പുസ്തകം തങ്ങളുടെ നയങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച പ്രസംഗത്തിൽ പരസ്യമായി ഇമാം അവഹേളിച്ചു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ ആരോപണം. ഇറക്കിയിട്ടുള്ള ചെറിയൊരു ഡോക്യുമെന്ററി ഉണ്ട് ഈ ഫാറൂഖ് കോളേജിന്റെ ചരിത്രം പറയുന്നത്. ഒന്ന് കേട്ടു നോക്കണം. നമ്മൾ മുൻഗാമികൾ അവർ അനുഭവിച്ച ത്യാഗം എത്രയാണ് ഈ ക്യാമ്പസ് പടുത്തുയർത്തിയതിന്. അവിടെ നിന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണേ, പടച്ചോനെ എന്റെ മാതാപിതാക്കൾക്ക് എനിക്ക് നീ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനുള്ള പ്രേരണ നൽകണമെന്ന്. മുമ്പ് കഴിഞ്ഞു പോയ നമ്മളുടെ മഹാരഥന്മാരായ മുൻഗാമികൾ, നമ്മളുടെ രക്ഷിതാക്കൾ, അവർക്ക് പടച്ചവൻ അനുഗ്രഹം നൽകിയത് കൊണ്ട് ഈ സ്ഥാപനത്തിൽ ആരൊക്കെ ശമ്പളങ്ങളൊക്കെ വാങ്ങി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിന് നന്ദി കാണിക്കണം. അതാണ് തഖ്വയുടെ ഭാഗം. നന്ദികേട് കാണിക്കുക എന്നുള്ളത് തഖ്വയല്ല, ആരാധനകളുടെ ചൈതന്യത്തിൽപ്പെട്ടതല്ല. അർജുൻ കല്യാണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. അർജുൻ, ഈ സൂഫി സലഫി വിശ്വാസ പരമ്പര, അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. മാനേജ്മെന്റിന്റെ വിശ്വാസങ്ങൾക്ക് ചേർന്ന തലത്തിലുള്ള പുസ്തകമല്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷേ പരസ്യമായി അവഹേളിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ അധ്യാപിക ഉന്നയിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇത്തരമൊരു നോവൽ എഴുതിയതിൻ്റെ ഭാഗമായി ഇത്തരമൊരു കാര്യം പ്രസിദ്ധീകരിച്ചപ്പെട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു അവഹേളനം ഈ പറയുന്ന ഈ പണ്ഡിതൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം, അതായത് നിഷേധം അല്ലെങ്കിൽ ദൈവനിഷേധം ഇതിനകത്ത് എഴുതി ചേർത്ത് വെച്ചു. പ്രധാനമായും ഒരു വഖഫ് ഭൂമിയാണ്, ദൈവത്തിന് നൽകിയിട്ടുള്ള ഭൂമിയാണ്. ദൈവത്തിൻ്റെ ഭാഗമായി ദൈവത്തിന് നൽകുന്ന പണത്തിൽ നിന്നും പങ്കുപറ്റി അല്ലെങ്കിൽ അതിൻ്റെ ശമ്പളം പറ്റുന്ന അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവുന്ന ഒന്നും തന്നെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ പറയുന്ന ഈ ജുമാ കുത്തുബയുടെ ഭാഗമായി ഈ പറയുന്ന മതപണ്ഡിതൻ പ്രധാനമായും ഇതിനകത്ത് പറയുന്നത്. ആ ഓഡിയോ മെസ്സേജാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോൾ ശബ്നം നൂർജഹാൻ എന്ന് പറയുന്ന അധ്യാപിക ഇപ്പോൾ പറയുന്നത് ഇത്തരമൊരു കാര്യം, അതായത് ഇതിനു മുൻപും ഈ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരം പണ്ഡിതരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് കോളേജിനകത്ത് ഒരു ഓണാഘോഷ പരിപാടി നടത്തി കഴിഞ്ഞാൽ, കോളേജിനകത്ത് ഒരു ക്രിസ്മസ് ആഘോഷം നടത്തി കഴിഞ്ഞാൽ കോളേജിലെ ഏതെങ്കിലും അധ്യാപകരോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ ഇത്തരം രചനകളിലോ അല്ലെങ്കിൽ കാര്യമായ രീതിയിലുള്ള ഇത്തരം നോവലുകളിലോ ഒക്കെ എഴുതി കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ മാനേജ്മെൻറ്റും ഇതിൻ്റെ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുമൊക്കെ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായപ്പോൾ അന്ന് പ്രതികരിക്കേണ്ടതില്ല എന്ന് കരുതിയാണ് താൻ അന്ന് പിന്മാറിയത്. പക്ഷേ ഇത് വീണ്ടും ആവർത്തിക്കുമ്പോൾ പ്രതികരിക്കാതിരുന്നാൽ അത് ശരിയാവില്ല എന്നത് കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന അധ്യാപികയായിട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള ശബ്നം നൂർജഹാൻ പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഒരു മതത്തിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പുരോഗതികളൊക്കെ കടന്നുകയറ്റമായി തന്നെ നമ്മൾ പറയുന്നുണ്ട്. കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ, സാധാരണഗതിയിൽ കലാലയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അസഹിഷ്ണുതയെ കുറിച്ചൊക്കെ ഈ അധ്യാപിക വലിയ കുറ്റച്ചാർത്ത് നടത്തുന്നുണ്ട്. സ്വാഭാവികമായും തുടർ പ്രതികരണങ്ങളും ഉണ്ടാകും. തീർച്ചയായും അത് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പരാമർശിച്ചുകൊണ്ടാണ് ഈ അധ്യാപികയുടെ ഭാഗത്തുനിന്നും ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമായി ഇവർ കോളേജിൽ ഓണാഘോഷവും സദ്യയും ഒരുക്കുന്നത് മതവിരുദ്ധമാണ് എന്ന് ഇതിലെ അധികാരികൾ പറയുന്നു. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഇവിടെ നിഷിദ്ധമാണ്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികൾ വർണ്ണാഭമായി അണിഞ്ഞൊരുങ്ങുന്നത് ഇവർക്ക് അസഹനീയം. കമ്മ്യൂണിസ്റ്റ് പരിപാടികൾ ഇവർക്ക് അധാർമിക ലിബറലിസമാണ്. ആത്മീയ സൂഫി സംഗീതം പോലും ഇവർക്ക് മതനിന്ദ കുറ്റം. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്താൽ അത് അധമ പാപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴായി ആരോപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അധ്യാപിക ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപികയോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല. തനിക്ക് പറയാനുള്ളതൊക്കെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. കാരണം നേരത്തെയും ഇതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള അനുഭവങ്ങൾ തനിക്കുണ്ടായ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ഇത് പ്രതികരിക്കേണ്ടതില്ല, താൽക്കാലികമായി അല്ലെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതി. പക്ഷേ ഇതിങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ പുസ്തകം പ്രകാശനം ചെയ്തതിനെ തുടർന്നുണ്ടായ വലിയ വിമർശനങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. കോഴിക്കോട്